കൃഷിയിടത്തിലെ മൃഗങ്ങളെ പരിപാലിക്കുകയായിരുന്ന വയോധികയായ സ്ത്രീയെ പാഞ്ഞെത്തിയ ഒരു എരുമ കുത്തിവീഴ്ത്തി. അവർ പ്രാണനു വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്നു. ഇതു കണ്ട അവരുടെ നായ വലിയ വിഷമത്തോടെ വഴിയിലേക്കോടി. അവിടെ കണ്ടവരുടെയൊക്കെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ച് വൃദ്ധയുടെ അടുത്തെത്തിക്കാനായി അത് ശ്രമം നടത്തി. നായ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പലർക്കും മനസ്സിലായില്ല. ഒടുവിൽ ഒരു യുവാവ് കാര്യം ഗ്രഹിച്ച് അതിനെ പിന്തുടർന്ന് വൃദ്ധയുടെ അടുത്തെത്തി. യുവാവ് അവരെ വളരെ വേഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൃദ്ധയുടെ മരണശേഷം അവരുടെ മാനേജർ തൊഴിലാളികളെയെല്ലാം വിളിച്ചു ചേർത്ത് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്കായി ഇന്നൊരു വിരുന്നൊരുക്കിയിരിക്കുകയാണ്. നമ്മുടെ യജമാനത്തി മരണത്തിന് മുൻപ് എന്നോട് ഇപ്രകാരം പറഞ്ഞിരുന്നു: അവർക്ക് അനന്തരാവകാശികളില്ലാത്തതിനാൽ മരണശേഷം നിങ്ങൾക്കായി വിരുന്നൊരുക്കുകയും അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും വേണം. ശേഷം മേശപ്പുറത്തിരിക്കുന്ന 2 വസ്തുക്കൾ അവരെ കാണിച്ചു. ഒന്നിൽ നിറയെ പണവും രണ്ടാമത്തേത് ഒരു ബൈബിളുമായിരുന്നു. മാനേജർ ഇപ്രകാരം പറഞ്ഞു: യാതൊരു ഭയവുമില്ലാതെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വിരുന്ന് തയ്യാറാണ്. ഇനി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഊഴമാണ്. ആദ്യമായി മുന്നോട്ട് വന്ന ജോലിക്കാരൻ ഇപ്രകാരം പറഞ്ഞു: സാർ, വിരുന്നൊരുക്കിയതിന് വളരെ നന്ദി. പക്ഷേ ഈ ചെറിയ പുസ്തകം എനിക്ക് ആവശ്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പണം തിരഞ്ഞെടുക്കുന്നു. അടുത്തതായി വീട്ടിലെ പരിചാരകൻ മുന്നോട്ട് വന്നതിന് ശേഷം പറഞ്ഞു: സാർ, ഞാൻ വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പണം തിരഞ്ഞെടുക്കുന്നു. മൂന്നാമതായി കടന്നു വന്ന ജോലിക്കാരി ഇപ്രകാരം പറഞ്ഞു: എനിക്ക് മഞ്ഞപ്പത്രങ്ങൾ വായിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇത് അപ്രകാരമൊന്നായിരുന്നെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്തേനെ. പക്ഷേ ഇത് ബൈബിളല്ലേ, അതുകൊണ്ട് ഞാൻ പണം തിരഞ്ഞെടുക്കും. നാലാമത്തേത് ഒരു യുവാവായിരുന്നു. അവനോട് മാനേജർ ഇപ്രകാരം പറഞ്ഞു: നീ ഇക്കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ പണം തിരഞ്ഞെടുത്തുകൊള്ളൂ. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യുവാവ് ഇപ്രകാരം പറഞ്ഞു: തീർച്ചയായും ഈ പണം ലഭിച്ചാൽ എനിക്ക് വലിയ ഉപകാരമാണ്. പക്ഷേ ചെറുപ്പകാലം മുതൽ എൻ്റെ അമ്മ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്: ദൈവവചനം നമ്മുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് വെളിച്ചവുമാണെന്ന്. പണത്തിൻ്റെ ആകർഷണം വലുതാണ്, പക്ഷേ ഞാൻ ബൈബിൾ തിരഞ്ഞെടുക്കുന്നു. എല്ലാവരും അമ്പരന്നു. ചിലർ അവനെ മണ്ടൻ എന്ന് വിളിച്ചു. എന്നാൽ യുവാവ് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ അതിൽ 2 കവറുകൾ ഉണ്ടായിരുന്നു. ഒന്നിൽ മറ്റുള്ളവർക്ക് ലഭിച്ചതിൻ്റെ 10 ഇരട്ടി പണവും രണ്ടാമത്തേതിൽ ആ വൃദ്ധയുടെ വിൽപത്രവുമായിരുന്നു. അതുപ്രകാരം മരണമടഞ്ഞ ആ വൃദ്ധയുടെ സകല സ്വത്തുക്കളും ആ യുവാവിലേക്ക് വന്നു ചേർന്നു. യുവാവ് ബൈബിൾ തുറന്ന് ഇപ്രകാരം വായിക്കുന്നുണ്ടായിരുന്നു: നിന്റെ മുഴുവൻ ഹൃദയത്തോടും ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നിന്റെ എല്ലായിടത്തും അവനെ അംഗീകരിക്കുക, അവൻ നിന്റെ വഴികളെ നേരെയാക്കും.